ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റിയത്. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലാണ് വിയൂർ സെൻട്രൽ ജയിലിൽ. അവിടെ അയാൾക്ക് ജയിൽ ചാടുന്നതിനോ മറ്റ് കാര്യങ്ങൾക്കോ ഉള്ള ഒരു അവസരവും ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ ജയിലധികാരികൾക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ വെളുപ്പിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാൾ ജയിൽ ചാടിയത്. പക്ഷേ നിമിഷങ്ങൾക്കകം, മണിക്കൂറുകൾക്കകം തന്നെ ഇയാളെ പോലീസ് പൊക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത്. 4 ജയിൽ ഉദ്യോഗസ്ഥരെ ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പോലീസ് കണ്ണൂർ ജയിലിൽ നടത്തിയിരുന്നു. രാത്രി ഇയാളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് സുരക്ഷിതമല്ല എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വിയൂരേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമാണ് എടുത്തത്. ഇന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് കണ്ണൂർ ജയിലിൽ നിന്ന് ഇയാളെ വിയൂരിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു. ജയിലിന് പുറത്തെത്തിച്ച് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അല്പസമയത്തിനകം ഇയാൾ എത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഗോവിന്ദച്ചാമിയെ അവിടേക്ക് എത്തിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൃത്യം 12:30 തന്നെ ജയിലിലേക്ക് എത്തിച്ചു. ജയിലിന്റെ പ്രവേശന കവാടത്തിലൂടെ വാഹനം ഉള്ളിലേക്ക് കടന്നു പോയിരിക്കുന്നു. അകത്തേക്ക് ഈ സുരക്ഷാ ചെക്ക് പോസ്റ്റ് കടന്ന മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഇതിനകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ വലതുവശത്തേക്കാണ് ഈ അതിസുരക്ഷാ ജയിലുള്ളത്. ഈ അതിസുരക്ഷാ ജയിലിൽ വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കണ്ണൂരിലെ സുരക്ഷാ ജയിലിൽ നിന്ന് ചാടിയത് കൊണ്ട് തന്നെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹൈടെക് സുരക്ഷാ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 600ഓളം തടവുകാരെ ഒരേ സമയം പാർപ്പിക്കാനുള്ള ഒരു ക്രമീകരണമുള്ള ജയിലാണ് വിയൂർ അതിസുരക്ഷാ ജയിൽ. 2019 ഈ ജയിൽ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കി കുറ്റവാളികളെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി തുടങ്ങിയത്. ഇവിടെ ഈ 192ഓളം സെല്ലുകളാണുള്ളത്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കുറ്റവാളികൾക്ക് പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഈ അതിസുരക്ഷാ ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 നിർമ്മാണം പൂർത്തിയാക്കി കുറ്റവാളികളെ പ്രവേശിപ്പിക്കുന്ന രീതിയിലേക്ക് സംവിധാനം മാറിയതാണ്. അങ്ങനെ 195 സെല്ലുകൾ, ഈ 92ഓളം സെല്ലുകൾ, ഈ സെല്ലുകളിൽ താമസിക്കുന്ന കുറ്റവാളികൾക്ക് പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലാണ് ക്രമീകരണം. അത്തരത്തിലുള്ള അത്രയും അധികം സുരക്ഷാ സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ജയിലിലെ ജീവനക്കാർക്ക് ജയിലിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെ, അതായത് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉൾപ്പെടെയുള്ള ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ജയിൽ കുറ്റവാളികളെ അകത്തേക്ക് കടത്തുമ്പോഴും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴും ബോഡി സ്കാനറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും, മറ്റാരെങ്കിലും ഈ സന്ദർശനത്തിനെത്തിയാൽ അതിനും ഈ ബോഡി സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തി അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലാണിത്. ഒപ്പം സെല്ലുകൾക്കുള്ളിലും പുറത്തും ശക്തമായ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം ഈ സുരക്ഷാ അതായത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അകത്തുള്ള കുറ്റവാളി എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അതെല്ലാം ശക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ജയിലാണ്. രാവിലെ 7:00 വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് അയാളെ കണ്ണൂർ ജയിലിൽ നിന്ന് വിയൂരിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ 12:30 വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അയാളെ കേരള പോലീസ് തൂക്കിയെടുക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു.